ഹായ് ശ്വേത ചേച്ചി. ഹായ് ഗായ്സ്. ഹലോ. നമ്മളെല്ലാരും റെഡിയാണ്. ഇനി ഹായ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തിലെ ഗസ്റ്റുകളെയാണ്. ഹായ് ചേച്ചിമാരെ. ഹലോ. ആ യൂണിഫോമിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ KSRTC ജീവനക്കാരാണ് വന്നിരിക്കുന്നത്. കിളിമാനൂർ ഡിപ്പോയിലെ കണ്ടക്ടർമാരും പിന്നെ ഒരു ഡ്രൈവർ ചേച്ചിയുണ്ട്. പുനലൂരിലെ ഡ്രൈവർ ചേച്ചി ഉഷ ചേച്ചി. ഹായ്. ശരിക്കും ഭയങ്കര റെസ്പെക്ട്ഫുൾ മൊമെന്റ് ആണ് ഇപ്പം എല്ലാവരോടും, നിങ്ങളോടാണെങ്കിലും ഡ്രൈവർ ചേച്ചിയോടാണെങ്കിലും. കാരണം ഉഷ ചേച്ചി ഈ വണ്ടിക്ക് ഓടിക്കാന്ന് പറയുന്നത് ഞാൻ പണ്ട് കൊച്ചിൽ വിചാരിക്കുമായിരുന്നു ഈ ബസ്സൊക്കെ ഓടിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര പാടാണ്. കാരണം ഇത്രയും ഒന്നാമതേ വണ്ടി സൈസ് വലുത്, ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ച് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഡ്രൈവറിനാണ് ഇത്രയും വെയിറ്റ്. അല്ല അത് മാത്രല്ല, ഉഷ ഒന്ന് കാണിച്ചു കൊടുക്കോ. ഇത്ര ഒരു ഹെവി വെഹിക്കിളിന് ആരാണ് ഓടിക്കുന്നത്? ഉഷ ഒന്ന് നിക്കോ, ഒന്ന് എണീറ്റ് പറന്നു പോവും. സൂപ്പർ ക്യൂട്ടായിട്ട്. എനിക്ക് ഒരു ഉഷനോട് ഒരു ചോദ്യം ചോദിക്കാൻ. എൻ്റെ അമ്മാവൻ മീൻസ് എൻ്റെ അമ്മയുടെ കസിൻ, അവർക്ക് താനൂരിൽ ബസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അമ്മാവൻ ബസ് ഓടിച്ചിട്ടാണ് എൻ്റെ അമ്മായിനെ കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇത്. അപ്പൊ ഉഷ അങ്ങനെ എന്തെങ്കിലും ഇല്ല വേറെ ആരെങ്കിലും? ആകെ ഒരാളേ ഉള്ളൂ, ഉമേഷ്. അത് വിട്ടൊരു കളിയില്ല. അതും വണ്ടി ഓടിച്ചു. അത് മതി. അല്ലടാ, വണ്ടി അതേ ആള് വണ്ടി ഓടിച്ചിട്ടാണോ സ്നേഹിച്ചത്, അല്ല കല്യാണം കഴിച്ചിട്ടാണോ ഈ തൊഴിൽ വന്നത്? ഞാൻ 10-15 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് KSRTC ഞാൻ കയറിയത്. 3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ അതിലെന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായതിനു ശേഷം എനിക്ക് കിട്ടിയോണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, അതുവരെ ഓടിച്ചു എന്ന് പറഞ്ഞില്ലേ ചേച്ചി? അതുവരെ എവിടെ ഓടിച്ചു? പ്രൈവറ്റ് ബസ് ആണോ ഓടിച്ചത് അതുവരെ? ഇല്ല, പ്രൈവറ്റ് ബസ് ഓടിച്ചിട്ടില്ല. നമ്മൾ ഓടിക്കാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്ക് പറ്റിയൊരു ജോലി അല്ലയോ, അത് പെണ്ണുങ്ങള് ചെയ്യണ്ട എന്നിങ്ങനെ ഒരു പ്രൈവറ്റ് ബസിന്റെ ഒരു ഓണർ പറഞ്ഞായിരുന്നു. ഇവരുടെ ഈ ഒരു ഫേസും ഇന്റർവ്യൂവും അല്ലാതെ ഈ ഒരു കാര്യം കേട്ടിട്ട് അവർക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവും. അത് ഞാൻ KSRTC കയറി ഫസ്റ്റ് തൊട്ടേ ഞാൻ ഈ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു. പോട്ടെ, ഒരു ആണുങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ പോലുള്ള ഒരു ലേഡി തന്നെ അത് പറയുമ്പോൾ നമുക്ക് ചേട്ടനായാലും ചേട്ടന്റെ ഫാമിലി ആയാലും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജോലി കിട്ടിയപ്പം നമ്മളെ നല്ല കാര്യം. ശരിക്കും ഉഷ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ബസ്സിലുണ്ടായിരുന്നവർക്കായിരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും, ദൈവമേ എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ വേറൊരു സ്റ്റോറി ഉണ്ട്. ഹലോ, ആരെയാ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? രേവതി ചേച്ചി എന്നാണ്ട് സുഖമാണോ? ഇപ്പൊ രേവതി ചേച്ചി നമ്മളിപ്പോ പറഞ്ഞില്ല അവിടെ ബാക്കിയുള്ളവർക്ക് ഹായ് പറയണം, അങ്ങനെയല്ല, രേവതി ചേച്ചി ആയിരിക്കണം ഫാൻസിനോട് ഹായ് പറയേണ്ടത്. ഓ, അത്രയും ഫാൻസ് ഉള്ള ഒരാളാണ് രേവതി ചേച്ചി. ചേച്ചിക്ക് കൊണ്ട് ഒരുപാട് കഥകൾ പറയാൻ. ചേച്ചി വരുന്ന ബസ്സിൽ കയറാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ് ആണോ അല്ലോ അല്ലേ? ഒരുപാട് എക്സാജറേഷൻ ഒന്നും വേണ്ട, ഇച്ചിരി. അല്ല, അത് ഞാൻ ഇവിടെ ഏതോ ചേച്ചി പറയുന്നത് കേട്ടല്ലോ, അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ. അതെന്തെന്ന് വെച്ചാല് ഞാനിപ്പം കുറച്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു റൂട്ടാ പോകുന്നത്. അതിനകത്ത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാല് വീട്ടു ജോലിക്ക് പോകുന്ന ചേച്ചിമാരൊക്കെയാ. രാവിലെ പോവും, പിന്നെ പാല് കൊണ്ടുപോകുന്ന അപ്പൂപ്പന്മാരും മാമന്മാരും അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഞാൻ ചെന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ചോദിക്കും ദിവസവും വന്നൂടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഈ രാവിലെ പോകുന്ന ചേച്ചിമാരൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരും. ക്ഷീണമല്ലേ, കഴിക്കുക. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള, അത്രയ്ക്ക് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എന്റെ ബസ്സാ, എന്റെ റൂട്ടാണത്. ഞങ്ങൾ ടൂറ് പോകുന്ന കണക്കാണ് ഞങ്ങളത് പോകുന്നത്. ശരിക്കും അത് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയായിരിക്കാം അല്ലേ? ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന തൊഴിലുള്ള ആൾക്കാരെ നിങ്ങൾ ഇമോഷണൽ കണക്ഷനും കൂടെ. എനിക്ക് KSRTC എന്ന് വെച്ചാൽ എന്റെ ജീവരക്തം പോലെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് KSRTC ആയിട്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ KSRTCയിലെ എംപ്ലോയി ആയിരുന്നു. നോ മോർ, പക്ഷേ ഹിസ് വാസ് വെരി ഡിയർ ടു മീ. പക്ഷെ അദ്ദേഹം KSRTC എംപ്ലോയി ആയിരുന്നു. അത് മാത്രമല്ലടാ, ഞാൻ KSRTCക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സിനിമ തന്നെ അതിൽ ഞാൻ വർക്ക് ചെയ്തു. യുവം എന്നാണ് മൂവിയുടെ പേര്. അത് KSRTCയുടെ സ്റ്റോറിയാണ്.
ബസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോറിയാണ്. അതെ അതെ അമിത് ചക്കാലക്കൽ അതെ അതെ. അതല്ലേ അടിപൊളി അടിപൊളി. അഖിലിന് എന്തോ പറയാൻ? അല്ല, നമ്മൾ ഈ പത്രത്തിലും ടിവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ ചേച്ചി? അതായത് ഇപ്പൊ ബസ്സിൽ വെച്ച് ഒരാൾക്ക് സുഖമില്ലാതെ വന്നു, അപ്പൊ തന്നെ ആ ബസ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ രക്ഷപ്പെടുത്തി. അതുപോലെ ബസ്സിൽ വെച്ച് മാല പിടിച്ചു പറിച്ചു, അപ്പൊ തന്നെ അവർ പോവാതിരിക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിലേക്ക് ബസ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ഒരു കുട്ടി 100 രൂപ നോട്ടും കൊണ്ട് ബസ്സിൽ കയറി. ഒരു ടിക്കറ്റ് മാത്രമേ കുട്ടി എടുത്തോളൂ. അപ്പം അമ്മ എന്തിയോ മോനെന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടി ആകെ വിഷമത്തിലായി. ഇല്ല ആന്റി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. തിരുവനന്തപുരത്തേക്ക് ആ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു, ബാലൻസ് കൊടുത്തില്ല. അപ്പോഴ് വീണ്ടും വന്ന് അന്വേഷിച്ചപ്പോ ഈ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, പോകുന്നത് അമ്മാമ്മയുടെ വീട്ടിലേക്കാണ്. പക്ഷേ അമ്മാമ്മയുടെ വീട് എവിടെയെന്ന് കുട്ടിക്ക് അറിയില്ല. തിരുവനന്തപുരം ഒരു സ്ഥലപ്പേര് മാത്രമേ കുട്ടിക്ക് അറിയാവൂ. വീട്ടിൽ പറഞ്ഞോ മോനെ? അതില്ല. വീട്ടിൽ അമ്മയുണ്ടാ മോനെ? അമ്മയുണ്ട്, അറിഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടിലെ ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും മോൻ അറിയത്തില്ല. അപ്പൊ പഠിക്കുന്ന സ്കൂൾ ഏതാന്ന് ചോദിച്ചപ്പോ സ്കൂളിന്റെ പേരറിയാം. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ മോനും ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ആ സ്കൂളിലെ നമ്പർ ചേച്ചി തന്ന്, അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട് രക്ഷിതാവിനെ അറിയിച്ച് നമ്മൾ തിരുവനന്തപുരം ഡിപ്പോയിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ച്, ഡിപ്പോയിൽ എത്തിയപ്പോഴേക്കും സ്കൂളിലെ ടീച്ചർ ഡിപ്പോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രക്ഷിതാക്കൾ വരാൻ താമസിച്ചു. അപ്പൊ നമുക്ക് ബസ് ലേറ്റ് ആയിക്കൂടല്ലോ. അപ്പോഴും കുട്ടിയെ ഡിപ്പോയിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ സർവീസ് തുടർന്നു. രക്ഷിതാക്കളും ടീച്ചറും കൂട്ടി SM-ന്റെ അടുത്ത് നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പ്രൗഡ്ലി നമുക്ക് പറയാം, ഒരു സ്ത്രീക്ക് മാത്രമേ ആ ഒരു കാര്യം ആലോചിക്കാൻ പറ്റുള്ളൂ. അതാ, ബിക്കോസ് ഒരു അമ്മയാണ് അവര്. അമ്മയ്ക്ക് മാത്രമേ തോന്നുള്ളൂ എവിടെയാണ് ഒരു ടിക്കറ്റ് ഒരു കുഞ്ഞും ചോദിക്കൂല. അത് ആ ഒരു റിഫ്ലെക്സ് എന്ന് പറയില്ലേ, സ്ത്രീകൾക്കാണ് ഉള്ളത്. സോ വെരി ഗുഡ്, വെരി ഗുഡ്. ആസ് എ പ്രൗഡ് ലൈക്ക് നമ്മളിപ്പോ ആസ് എൻ അമ്മ മെമ്പർ, അമ്മ പ്രസിഡന്റ്, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ബിക്കോസ് ഗണേഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു KSRTCക്ക് വേണ്ടി സാധ്യമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് നല്ല അല്ലേ ഗണേഷ് ഏട്ടന്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, അല്ലാതെ വീഡിയോസ് കേൾക്കുമ്പോൾ ഐ എം ഫീലിംഗ് സോ പ്രൗഡ്. ഗണേഷ് ഏട്ടാ, യു റോക്ക്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് പയ്യൻ 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പഠിക്കുകയാണ്. ഇവന്മാർ വീട്ടിൽ പറയാതെ ടൂർ പോകാൻ വേണ്ടി പോയി. വർക്കല റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് 2 ഗോവയെന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ അപ്പോഴേ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ. അവർക്ക് അറിഞ്ഞൂടെ ഗോവയിൽ പോകാൻ പോയതാണ്. 8ാം കണ്ട് പഠിക്കുകയാണ് 2 ഗോവയത്. ഇത് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആണല്ലോ. നമ്മൾ കേറുന്നു, സ്ഥിരം കാണുന്ന ആൾക്കാരെ തന്നെ കാണുന്നു. അപ്പൊ അവരായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ കുടുംബമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും സ്നേഹം. എനിക്ക് തോന്നുന്നില്ല അവര് ജോലിയായിട്ടാണ് ഇത് കരുതുന്നത്. അവർ എൻജോയ് ചെയ്യണം അല്ലേ? സത്യം. അത് അപ്പോ ഒരു ബേസിക്കലി ഒരു യാത്ര, എപ്പോഴും ഒരു യാത്രയാണ്. ഓരോരോ ആൾക്കാർ വരുന്നു, അവരെ മീറ്റ് ചെയ്യുന്നു, അവരെ സന്തോഷം സങ്കടങ്ങളെല്ലാം കേട്ട് അറിയോ അറിയാതെ അവരുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമാവുന്നു. സോ സോ ക്യൂട്ട്. ഈ യാത്രയില് നമ്മളും ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ?